അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആക്ഷൻ ആൻഡ് സ്റ്റഫായിട്ടാണ്. അപ്പം നമുക്ക് ഇന്ന് ബിൽഡ് ചെയ്യേണ്ടത് ഒരു പാലമാണ് ഗൈസ്. അപ്പം നമുക്ക് സമയം വേസ്റ്റാകാതെ ആ പാലം ബിൽഡ് ചെയ്യാനായിട്ടുള്ള സമയം നോക്കാം ഗൈസ്. നമുക്കാദ്യം നമ്മൾ ആർമറും ടൂൾസൊക്കെ എടുത്ത് കയ്യിലിട്ടേക്കാം. അല്ലെങ്കിൽ ക്രീപ്പർ വല്ലതും പൊട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ എന്തിനാണ് അവസ്ഥ എന്ന്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെയുള്ള ഈ ഐറ്റംസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ആക്ഷൻ സ്റ്റഫിൻ്റെ പൈസ കഴിയാറായിട്ടുണ്ട്. ഇനി താമസിക്കാതെ തന്നെ ഇപ്പം ആക്ഷൻ സ്റ്റഫിൻ്റെ ഇട്ടാവും. അതുകൊണ്ട് ഇനി ഇതിൽ വെറും എത്ര ബിൽഡ്സ്, 2 ബിൽഡ്സും കൂടി ഇനി വരാവുള്ളൂ. ആ 2 ബിൽഡ്സും കൂടെ വന്നിട്ട് പിന്നെ ഡ്രാഗൺ കില്ലിങ് പരിപാടിയാണ്. ആ ഡ്രാഗനെയും കൂടെ കൊന്ന പിന്നെ ആക്ഷൻ സ്റ്റഫ് ഫുള്ള് എൻ്റെ ആവും ഗൈസ്. ഓക്കെ, അപ്പം 2 ബിൽഡ്സ് തന്നെയാണ്. ആ 2 ബിൽഡ്സ് തന്നെ, 2 ബിൽഡ്സും കൂടെ ഇനി വരാവുള്ളൂ. ഓക്കെ, ഇനി ആ 2 ബിൽഡ്സിനെ അവിടെ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ട ഗൈസ്, ഇത് നമ്മൾ നേരെ എല്ലാ ഭാഗത്തോട്ട് ചെയ്യണം. നമുക്ക് ഇനി അത് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇത്തിരി ടൈം പിടിക്കും അത് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ ആ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് നിങ്ങളെ സ്കൂളൊക്കെ തുറന്നു എന്നെനിക്കറിഞ്ഞു, അതേപോലെ തന്നെ എനിക്കും തുറന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ വരെ ഇങ്ങനെ താമസിക്കുന്നത്, ഇങ്ങനെ ഡിലേ അടിക്കുന്നത്, അത് കാരണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യണം. ഇനി നമുക്ക് ഈ വുഡ് എടുത്ത് ഓരോ 6 ബ്ലോക്ക് വീതം വെച്ച്, 6 ബ്ലോക്കല്ല, ഞാൻ 6 ബ്ലോക്കം വെച്ച് വിട്ടിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അതൊക്കെ അങ്ങ് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ മറ്റേ പരിപാടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെൻസ് എടുത്ത് ഇവിടെ ഇങ്ങനെ അങ്ങ് വെക്കണം ഗൈസ്. ഇതൊരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് ഇത് തന്നെ ചെയ്യാം ഗൈസ്. പിന്നെ അടുത്ത ചെയ്യാനുള്ള പരിപാടി ഞാൻ അടുത്ത സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ലുക്ക്, ഒരു ഡീറ്റെയിലിംഗ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ഗൈസ്. ഓക്കെ 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 അപ്പോൾ നമുക്ക് ഇനി ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ പഴയ മിസ്റ്റർ ജുഗോ അല്ലല്ലോ, കാരണം അവൻ്റെ സ്കിൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിക്കും ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ സ്കിന്ന് അത് ഞാൻ എടുത്ത് ഇട്ടതാണ്, ബട്ട് ലോഡായില്ല. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡ് ഞാൻ ശരിയാക്കിക്കോളാം. ഇതിപ്പം ലോഡാവാത്തത് കൊണ്ട് മാത്രമാണ് ഈ സ്കിന്ന് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത്. ഇതും നല്ല റെയർ സ്കിന്നാണ്, സ്റ്റീവിൻ്റെ സ്കിന്നാണ്. ഓക്കെ, നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട് അങ്ങനെ ചെയ്തായിരിക്കും ഗൈസ്. അവിടെ നിന്നൊരു മരം, ആ മരം ഞാൻ അങ്ങ് വെട്ടി, കാരണം വുഡ് അങ്ങ് തികഞ്ഞില്ല. അപ്പം നമുക്ക് ആ മരങ്ങളൊന്നും ഞാൻ വെട്ടിയായിരുന്നു ഗൈസ്. ഇനി എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആ ഒരു സംഭവം കൂടെ ഞാൻ പിന്നെ എൻ്റെ പേര് ട്രാപ്പ് ഡോറും കൂടെ എടുത്ത് അവിടെ വയ്ക്കട്ടെ ഗൈസ്. ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്, അങ്ങനെ ഡീറ്റെയിലിങ്സൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ കൃത്യമായി തന്നെ ചെയ്യാം കണ്ട. അതാകുമ്പം അങ്ങനെയാണ് ഇങ്ങനത്തുള്ള കഴിവുകളെല്ലാം വന്നത്. ഇങ്ങനെ ഇത്രയും ക്രിയേറ്റിവിറ്റി ബിൽഡ്സൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും ഗൈസ്. അതൊക്കെ എൻ്റെ ഈ ഒരു ബുദ്ധി കൊണ്ട് മാത്രമാണ്, ഇത് ചെയ്യട്ടല്ലേ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് അന്ന് സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം എന്നിട്ട് ലാസ്റ്റ് ഒന്നും പോയിട്ടില്ല. അതൊക്കെ താങ്ക് യു മൈ സബ്സ്ക്രൈബർ. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു സംഭവം ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടെ ഇത്രയും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽ കയറും. ഓക്കെ, ആ ഡീറ്റെയിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ ബാക്കി പരിപാടി അങ്ങ് ചെയ്യാം. ട്രാപ്പ് ഡോർ പരിപാടി അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ വയ്ക്കുള്ള ബാക്കി എല്ലായിടത്തും കഴിഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ബാക്കിയുള്ള എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പരിപാടിയാണ് ചെയ്യാനുള്ളത്, അത് ഞാൻ എപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതിനുമുമ്പ് ഈ സാൻഡൊന്ന് ഞാൻ മാറ്റിക്കോട്ടെ ഗൈസ്. ഇതിൽ ക്ലിയർ ആവാൻ വേണ്ടി ഈ സാൻഡൊക്കെ ഒന്ന് മാറ്റണത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേഴ്സ് എടുത്ത് വെക്കണം. ബട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് എനിക്ക് ഇവിടെ കയറത്തില്ല. അതുകൊണ്ട് ഞാൻ വെക്കാൻ പോണ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോണേ, വെച്ച് ഇങ്ങനെ വെച്ചിട്ട് 2 സ്ലാബ് എടുത്ത് ഇങ്ങനെ വെക്കണം. അപ്പം ഇത്തിരിയുടെ ആ സംഭവം നമ്മൾ ഇത് സാധനമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫീലും കിട്ടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് ഇനി ഇതിൽ വല്ല ഡീറ്റെയിലും കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിലാകുമ്പോൾ ഞാൻ ആ ഡീറ്റെയിലും കൂടെ ഇതിലങ്ങ് ചേർക്കും. എങ്ങനെയാണ് അതേപോലെ തന്നെ. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ സാൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നാലേ എനിക്ക് അവിടെയും കൂടെ ആ സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ ഈ ഒരു സാൻഡ് എത്രയും അങ്ങ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളത് ഇവിടെ ഇനി സ്റ്റേഴ്സ് വയ്ക്കാൻ പോവുകയാണ്. തെറ്റിപ്പോയി. അപ്പം അടുത്ത് ഇവിടുത്തെ ഒരു സ്റ്റേഴ്സ്, അതിന് ഇവിടെ ഒരു സ്റ്റേഴ്സ്. ഇപ്പോൾ ലുക്ക് നോക്കുക ഗൈസ്, എങ്ങനെയാണെന്ന് ലുക്ക്. അതവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ലുക്കില്ല ഗൈസ്.
നിങ്ങൾ തന്നെ പറ ഗൈസ്. അപ്പം ഗൈസ് പിന്നെ ആ സ്ലാബ് നടുക്ക് വെക്കുന്ന ആ രീതിയുള്ള വേണോ അതോ ഈ സ്ലാബ് ഇല്ലാത്തത് വേണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇപ്പോഴത്തേക്ക് ആ സ്ലാബ് ഞാൻ മാറ്റിയിട്ട് അവിടെ വെക്കാൻ പോണത് ഇതാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം കൊണ്ട് അവിടെയും കൊണ്ടുവയ്ക്കണം ഗൈസ്. അപ്പോൾ നല്ല സെറ്റാവും. ഇതെന്ത് നേരെ ഇരിക്കാത്ത, ഇത് പൊട്ടിച്ച് മാറ്റട്ടെ ഗൈസ്. നോക്കിയെന്നില്ലേ, ഈ സ്ലാബ് പൊട്ടിച്ച് മാറ്റണം ഗൈസിനില്ലേ. ഇനി നമുക്ക് അങ്ങനെ വെച്ച് നോക്കാം. ഇനി കറക്റ്റാവും. ഇനി കറക്റ്റാവാതെ ഇരിക്കത്തില്ല. നമുക്കിനി വെച്ച് നോക്കാം. ഓക്കെ, ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. ഓക്കെ, നമ്മളെ പാലം പണി ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പാലം വേറെ ആരെങ്കിലും പണിയോ ഗൈസ്? നിങ്ങൾ തന്നെ പറ. വേറെ ഡീറ്റെയിലിംഗ് എല്ലാം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത സ്പോട്ടിൽ തന്നെ ആ ഡീറ്റെയിലിംഗ് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ സ്റ്റേഴ്സിനെ വച്ചായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇവിടെ ആയിട്ട് വേറെ കുറേ ബിൽഡ്സെല്ലാം ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ആ ബിൽഡ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ മതി ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഇനി നമ്മൾ ആക്ഷൻ സ്റ്റഫിൻ്റെ എപ്പിസോഡ് നാളെ തന്നെ വരുന്ന പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങളിത് പയ്യെ വെയിറ്റ് ചെയ്ത് കണ്ടാൽ മതി ഗൈസ്. കാരണം അത്ര ഇതൊക്കെ ഉള്ള സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട്, സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ടഫാണ് വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ ഗൈസ് ഞാൻ ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.